ഹേ ഗായ്സ്, അപ്പൊ ഒരു 6 മണിയൊക്കെ ആയപ്പോ എണീറ്റ്. രാവിലെ തന്നെ നല്ല തണുപ്പ്, അത്യാവശ്യം നല്ല രീതിക്ക് കോട ഉണ്ടായിരുന്നു. ഇന്നലെ പിന്നെ നൈറ്റ് വന്നോണ്ട് തന്നെ നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ രാത്രിയല്ലേ. വന്ന വഴി അതുപോലെ തന്നെ അടുത്തൊരു ഡാം, പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ അതൊക്കെ ചെറുതായിട്ട് ഈ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങി. ഇവിടത്തേക്ക് വീടുകളൊക്കെ എല്ലാം ഇതുപോലത്തെ ചെറിയ ചെറിയ അടങ്ങിയിട്ടുള്ള വീടുകളാണ്. ഇതേ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മഴയും പെയ്ത് മൊത്തം കോടമഞ്ഞുമായി. ഇതൊക്കെ തേയിലത്തോട്ടത്തിൽ കെമിക്കൽസ് ഒക്കെ സ്പ്രേ ചെയ്യുന്ന ജോലിക്കാരാണെന്ന് തോന്നുന്നു. രാവിലത്തെ ഈ തണുപ്പത്ത് സ്കൂളിൽ പോകാൻ റെഡിയായി പോകുന്ന കുറെ കൊച്ചു പിള്ളേരും. ഇനി നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയി ഇനി കുളിച്ച് റെഡി ആയിട്ട് വേണം നമ്മൾ ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാൻ. കുളിച്ച് ഫുള്ള് റെഡി ആയിട്ട് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലാണ് നോക്കാനുള്ളത്. അപ്പോഴാണ് നമ്മൾ വഴിയിലുള്ള മല്ലിക ചേച്ചിയുടെ കട ഉണ്ടാവും. കഴിക്കാനൊരു ബെറോട്ട ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, ചമ്മന്തിക്കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചായയും കൂടെ കുടിച്ചിട്ട് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അപ്പൊ നമ്മൾ തമിഴ്നാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എല്ലാം പാസ് ചെയ്തിട്ട് നേരെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളും ബാക്കി പ്ലാന്റേഷൻ എല്ലാം ടാറ്റ ഗ്രൂപ്പിന്റെ ടീ എസ്റ്റേറ്റുകളാണ്. പോണ വഴിക്ക് തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ഒന്നിട്ട് സ്ഥലം കണ്ട. അങ്ങനെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിൽ ചെറിയ പണിയൊക്കെ കിട്ടി. തോട്ടത്തിന്റെ ഒക്കെ ഇടയ്ക്കറിയാൻ ഫോട്ടോ എടുത്ത, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കൊളയട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഈ സാധനമാണെങ്കിൽ എല്ലാവരും കാലിലും കടിച്ചുള്ള ചോരയെല്ലാം കൂടെ ഒക്കെ വരിച്ചു കുടിച്ചത് ബലൂണ് പോലെ പെരുകിയിരിപ്പുണ്ട്. എല്ലാരും പുറത്തുനിന്നൊക്കെ കളഞ്ഞെങ്കിൽ എങ്ങനെയൊക്കെ വണ്ടിക്കകത്ത് വരെ വന്നു. റോഡിനൊക്കെ നല്ല രീതിക്ക് വീതി കുറവാണ്, അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വണ്ടി ഒന്ന് ഒതുക്കി കൊടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നെല്ലിമുടി വ്യൂ പോയിന്റ് ആണ്. നമ്മളിപ്പോഴും വാൽപ്പാറ എത്തിയിട്ടില്ല. വാൽപ്പാറ എത്താനായിട്ട് ഇനിയുണ്ട് ഒരു 20 കിലോമീറ്റർ. അതിനുള്ളിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ വ്യൂ പോയിന്റ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ വർണ്ണ വഴിക്കൊന്നും വേറെ മഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ടോപ്പിൽ മാത്രം ആ വ്യൂ പോയിന്റിലാണ് മഞ്ഞുള്ളത്. അപ്പോൾ ഈ ചെറിയ ചെറിയ ലൊക്കാലിറ്റിയിലുള്ള വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം കണ്ടിറങ്ങി. ഇനി നമ്മൾ നേരെ വാൽപ്പാറ പോയിട്ടായിരിക്കും ബാക്കി പരിപാടി. ഇതിന്റെയൊക്കെ പാർട്ട് 2 നാളെ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ശരിയെന്നാ.